വെറൈറ്റി ആയിട്ടുള്ള ഒരു ജാക്ക് ഫ്രൂട്ട് സ്പെഷ്യൽ ഡിഷ് ആയിട്ടാണ് മമ്മ ഇന്ന് വന്നിരിക്കുന്നത്. ജാക്ക് ഫ്രൂട്ട് എപ്പിസോഡിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്ന ജാക്ക് ഫ്രൂട്ട് എപ്പിസോഡിലെ ഒരു രുചിയേറുന്ന മറ്റൊരു വിഭവം കൂടിയാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. എന്താണ് ഡിഷ് എന്ന് നമുക്ക് മമ്മയോട് തന്നെ ചോദിച്ചു കളയാം. ഇന്ന് നമ്മളില്ലേ ചക്കപ്പഴം കൊണ്ട് ചക്കപ്പഴവും അരിപ്പൊടിയും തേങ്ങയും ചേർത്തുള്ള ഒരു പുട്ട ഉണ്ടാക്കണത്. അത് നമ്മള് സാധാരണ എല്ലാവരും വരിക്കച്ചക്ക വെച്ചാണ് ചക്കപ്പുട്ട് ഉണ്ടാക്കണത്. ചക്കപ്പുട്ടെന്ന് അതിനറിയപ്പെടുന്നത്. നമ്മൾ എന്നാന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി കൂഴച്ചക്ക പഴുത്തതിന്റെ പൾപ്പ് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടില്ലേ ഫ്രിഡ്ജില്, അതിൽ നിന്ന് ഒരു 1/4 ഗ്ലാസ് പൾപ്പ് ഞാനിങ്ങനെ എടുത്തു. ഇതിനു വേണ്ടി 1/4 ഗ്ലാസ് പൾപ്പ്. ആ പൾപ്പും തേങ്ങ, അരിപ്പൊടി, പിന്നെ വെള്ളം, ഉപ്പ് ഇതൊക്കെ ചേർത്ത് സാധാരണ പൊടി നനയ്ക്കുന്നത് പോലെ. അപ്പൊ അരിപ്പൊടിയോട് ചേർത്താണ് ഈ പൾപ്പ് ചേർത്ത് നമ്മൾ നനച്ചെടുക്കണം. വരിക്കച്ചക്കയുടെയാണ് എങ്ങനെയാന്ന് വെച്ചാൽ വരിക്കച്ചക്ക നമ്മൾ അരിഞ്ഞ് പഴുത്ത വരിക്കച്ചക്ക അരിഞ്ഞിട്ട് അത് ലെയറായിട്ട് ചക്ക അരിഞ്ഞതിടും, അതിൻ്റെ മീതെ അരിപ്പൊടി ഇടും, അതിൻ്റെ മീതെ തേങ്ങ ഇടും, അങ്ങനെ പിന്നെ ചക്ക അരിഞ്ഞതിടും. അങ്ങനെയാണ് വരിക്കച്ചക്കയുടെ. ഇത് നമ്മൾ എന്നാന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഇടാൻ പറ്റൂല, പൾപ്പല്ലേ. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പൊടി നനച്ചെടുക്കും. ഈ പൾപ്പും തേങ്ങയും അരിപ്പൊടിയും കൂടെ ഒന്നിച്ച് നനയ്ക്കും വെള്ളത്തില്, വെള്ളം ഉപ്പും ചേർത്ത്. അതാണ്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അടിപൊളി അടിപൊളി. വരിക്കച്ചക്കയുടെയും കൂഴച്ചക്കയുടെയും പൾപ്പ് എടുത്ത് എങ്ങനെയാണ് ദീർഘനാളത്തേക്ക് ശേഖരിച്ച് സൂക്ഷിച്ച് വെക്കേണ്ടത് എന്ന് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുമുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്ലീസ് ചെക്ക് ഇറ്റ്. ആ പൾപ്പ് ഉപയോഗിച്ച് സീസൺ അല്ലാത്തപ്പോഴും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചക്കപ്പുട്ട്, സ്വാദിഷ്ടമായ ചക്കപ്പുട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് പോയിന്റ്. അതിലേക്ക് നമ്മൾ ചെരുവത്തില് സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങാ വെള്ളം ഒഴിച്ച് പൊടി നനച്ചു കഴിഞ്ഞാൽ പുട്ട് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇത് ഞാനിപ്പോ തേങ്ങാ വെള്ളം നമുക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ സാധാ വെള്ളം ഒഴിച്ച് സ്വല്പം ഉപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത്ര വെള്ളം മതി അല്ലേ? അത് മതി. അത് നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. ഒരു സ്വല്പം അല്ലേ ചൂടണോളൂ, 1/2 ഗ്ലാസ്സിന്. ഇത് മതിയാവും. ഇനി അതിലേക്ക് തേങ്ങ ചേർക്കുക കേട്ടോ. എന്തോരം തേങ്ങ നമുക്കില്ലേ ഒരു അളവ് പറയാൻ പറ്റില്ല. എന്നാന്ന് വെച്ചാൽ എത്ര തേങ്ങ ചേർത്താലും അരിപ്പൂട്ട് രുചികര. അപ്പൊ അവനവന്റെ ഇതനുസരിച്ച് ഞാനിപ്പോ ഒരു നന്നായിട്ട് ഇട്ടിട്ടുണ്ട് ഇത്ര. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാം. ആദ്യം 1 സ്പൂൺ പൊടി ചേർത്ത് നോക്കാം, 1.5 സ്പൂൺ കഷ്ടി. പിന്നെ നമുക്ക് ഈ സിറപ്പങ്ങ് ചേർക്കാം കേട്ടോ. സ്വല്പം കൂടെ പൊടി വേണ്ടി വരും, നനവുണ്ടാവില്ല. ഇനി നമുക്ക് പൊടി നനച്ച് നോക്കാം എങ്ങനെയാണ്. ഇച്ചിരിയോടെ പൊടി വേണ്ടി വരും, കുഴഞ്ഞല്ലേ ഇരിക്കണേ. കട്ട കുത്തിയിരിക്കും കൂടുതൽ കുഴഞ്ഞു പോയാൽ പുട്ട്. ഇച്ചിരി പൊടിയും കൂടെ ചേർക്കണം, പൊടിക്ക് മതിയാവും. ഇത് മതിയാവും. ഇച്ചിരി തേങ്ങയും കൂടെ ചേർക്കാം. തേങ്ങ അത്രയും ഉണ്ടെങ്കിലും രുചികര. നമുക്ക് തേങ്ങയല്ലേ കിടക്കണം. ഇച്ചിരി തേങ്ങയും കൂടെ ചേർക്കാം കേട്ടോ. ഇത് അപ്പ പറഞ്ഞിട്ടാ ഈ മോഡൽ ഞാൻ ചെയ്യണത്. വരിക്കച്ചക്ക കൊണ്ടാ സാധാരണ ചെയ്യണത്. അപ്പൊ അപ്പ എന്നോട് പറഞ്ഞു കൂഴച്ചക്കയുടെ പൾപ്പ് കൊണ്ടൊന്ന് ചെയ്ത് നോക്കാം, മിക്സ് ചെയ്ത് എങ്ങനെ ഇരിക്കൂന്നൊന്ന് അറിയണ്ടേ. 4 തവി എടുത്തിട്ടുണ്ട് അരിപ്പൊടി, 4 തവി. അതെന്നാന്ന് വെച്ചാൽ നനവിന്റെ അനുസരിച്ച് നമ്മൾ ചേർക്കണതേ. പിന്നെ ആ പൾപ്പായതുകൊണ്ട് അതിന് നനവുണ്ടല്ലോ ചക്കപ്പൾപ്പിന്. പിന്നെ നമ്മള് തേങ്ങ ഞാൻ അങ്ങനെ നോക്കിയില്ല കേട്ടോ. തേങ്ങ ഒരുവിധം നന്നായിട്ട് ഇട്ടിട്ടുണ്ട് രുചി ഉണ്ടാവാൻ വേണ്ടി. അതും ചേർത്ത് ഇതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഇനി അടുപ്പിൽ വെക്കാം. ടേസ്റ്റ് നല്ല നനവുണ്ടല്ലോ. നല്ല നനഞ്ഞിരിക്കണം. നല്ല അധികം നനവായ കട്ട കുറ്റി പോകാനാ കുഴപ്പം. ഈ പുട്ട് കട്ട കുറ്റി എന്റെ ഗോതമ്പൂട്ടൊന്ന് കംപ്ലീറ്റ് തിന്നാൻ പറ്റില്ല. പുട്ടിന്റെ കണ എടുത്ത് അതിലേക്ക് അടിയിൽ വെക്കണ ബേസ് ഇട്ട
അത് ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മള് പൊടി ഇടുന്നത്. പൊടി ഇടുന്നതിന് മുമ്പ് അടിയിൽ ഒരു സ്വല്പം തേങ്ങ ഇടണം. അത് രുചിക്ക് വേണ്ടിയാട്ടോ. ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇട്ട ഇച്ചിരിയോടെ രുചി കിട്ടും തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ. ഇത് നനച്ച് വെച്ചേക്കണോ? ഇത് നനച്ചത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുക. നനച്ചിട്ട് വെച്ചേക്കണോ കുറച്ചു നേരം? നനച്ചിട്ട് അരിപ്പൂട്ട് സാധാരണ എല്ലാരും നനച്ച് കുറച്ചു നേരം വെച്ചിട്ടാണ് ചുടുന്ന. ഇച്ചിരിയോടെ മയം കിട്ടുമെന്നാ പറയണേ. ഞാനിപ്പോ നനച്ചേച്ച് അധികം സമയമൊന്നും വെച്ചില്ല. സമയത്തിന്റെ ഇതുകൊണ്ട് അങ്ങ് ചുടാന്ന് കരുതി. കുറച്ച് വാരി അതിലേക്ക് ഇട്ട് കുറച്ച് തേങ്ങ ഇട്ട് അപ്പൊ നമുക്ക് എന്നാന്നോ ആവശ്യാനുസരണം ഒടിച്ചൊടിച്ചെടുക്കാം. തേങ്ങ അങ്ങനെ ചേർത്താം. ഇച്ചിരി തേങ്ങയിട്ട് നല്ല രുചിയുണ്ട്. രുചിയുണ്ടല്ലേ? നമുക്ക് ഒരെണ്ണം ഇല്ലേ, ഒരെണ്ണം കണയിലും ചൂടാൻ, ഒരെണ്ണം തിനുകടയുണ്ട്. അത് നമുക്ക് ചിരട്ടപ്പുട്ട് ചൂടാം. അപ്പയുടെ പ്ലാനിങ് ആയത്. നല്ല രുചിയുണ്ട്. ഭക്ഷണകാരി അപ്പ പിന്നെ നല്ല മിടുക്കാണല്ലോ. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. പ്രഷർ കുക്കർ. നമ്മളെ പ്രഷർ കുക്കറിൽ വെള്ളം ഒഴിച്ച് ഇതിന്റെ അടപ്പ് കൊണ്ട് അടച്ച് ആവി വന്നു കേട്ടോ. ഇനി നമുക്ക് കുക്കറിന്റെ ഇതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് പുട്ടുകണ്ണയുടെ അടപ്പും കണ്ട് അടച്ചു വെക്കണം. ഇനി നമുക്ക് ഫുൾ ഇതിലാട്ടോ, ഫ്ലെയിമിലാട്ടോ വെക്കണത്. പുട്ടിന് ഫുൾ ഫ്ലെയിം വെക്കാം. എന്നാൽ ഒറ്റയടിക്ക് ആവി വന്നോളും. ആവി വന്നിട്ടില്ലേ ഒരു 1-2 മിനിറ്റും കൂടെ ഇതിൽ ഇരിക്കണം. എന്നാലാണ് ശരിക്കും വേവ് കയറുള്ളൂ. അങ്ങനെ ചെയ്യാം. ഇനി ഇത് ആവി വരട്ടെ. നമ്മളെന്താ പ്രഷർ കുക്കറിൽ ഇത് വെക്കുന്നേ? അല്ല, പ്രഷർ കുക്കറിലാകുമ്പോ ഈ സാധനത്തിന് നമ്മള് പുട്ടുകണ, നമ്മുടെ പുട്ടുകുറ്റിയും പുട്ടുകണയും കൂടെ ഈ കണ അതിൽ ഇറങ്ങണ കുറ്റിയല്ല നമുക്കുള്ളത്. അത് ഓർഡിനറിക്കാ. ഇത് പ്രഷർ കുക്കറിൽ വെക്കണ രീതിയിലുള്ള പുട്ടുകുറ്റിയാ. അല്ല, പുട്ട് കണയാണ്. അതിന് എന്നാന്ന് വെച്ചാൽ സെപ്പറേറ്റ് കുറ്റിയില്ല, അടിയിൽ ഹോളുമായിട്ട്. അപ്പൊ ഈ വേറെ പാചകങ്ങൾ എന്തെങ്കിലും നടത്തണമെങ്കിൽ അടിയിൽ ഭക്ഷണ സാധനങ്ങൾ വെക്കാം, വേവിക്കേണ്ടവർക്ക്. നമ്മുടെ വെള്ളം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ആവും. മറ്റേ തരത്തിലുള്ള കണക്കാണെങ്കിൽ പുട്ടുകുറ്റി വേണം. അതല്ലേ നമ്മൾ സാധാരണ ഉപയോഗിക്കണം. ഇത് കുക്കറിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഇനി നമ്മള് ആവി വന്നിട്ട് സ്വല്പ നേരം ഇതിലിരുന്നത് ഏറ് പോണുണ്ടോ പൊള്ളിക്കടെ, അതാണ് ഇതിന്റെ വേവ്. ഇതിങ്ങനെ ഏറ് പോയി കഴിഞ്ഞ ഒരു 1-2 മിനിറ്റ് വെച്ചേക്കണം. നല്ലതാ, ശരിക്കും അതിലേക്ക് വേവ് ഇറങ്ങാം. എടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്വല്പം കൂടെ നനച്ചത് ബാക്കിയുള്ളത് കൊണ്ട് ഒരു ചട്ടപ്പുട്ടുകളെ വെക്കാം. ചട്ടപ്പുട്ടിന് ഇതുപോലെ തന്നെ അടിയിൽ സ്വല്പം തേങ്ങ ഇട്ടേച്ച് പൊടി വെച്ച് തേങ്ങ വീണ്ടും മീതെ ഇട്ടേക്കണം. അത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് വൈകുന്നേരത്തേക്ക് ഇത് ഉപയോഗിക്കാം. നമുക്ക് ചെമ്മീൻ മറിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കപ്പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉണ്ടാ മമ്മ അതൊരു പ്ലേറ്റിലേക്ക് പകർത്തി ഇടുവാണ് കേട്ടോ. അടിപൊളി. സ്വല്പമൊക്കെ പൊടിയും ചക്കയുടെ ഇതിരിക്കുന്നത് കൊണ്ട് അടിപൊളി പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടോ, ഇടയ്ക്ക് നമ്മൾ തേങ്ങ ഇട്ടത് കാരണം ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കാൻ പറ്റും നമുക്ക്. കണ്ടോ, അങ്ങനെ നമ്മുടെ അടിപൊളി പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അതിനു മുമ്പ് നമ്മുടെ ചിരട്ടപ്പുട്ടും കൂടെ കുത്തിയിടാനായിട്ട് വരുന്നുണ്ട്. അതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടുത്ത ഐറ്റം ചിരട്ടപ്പുട്ട് ഇവിടെ മമ്മ കുത്തിയിടാൻ പോവാണ്. അമ്പോ ചൂടോടുകൂടി ആയതുകൊണ്ടേ പൊടിയണത്. ചിലപ്പോ അതിലിരുന്ന് അങ്ങനെ പൊടിയാതെ കിട്ടും ശരിക്കും. പിന്നെ ഈ ചക്കയുടെ പൾപ്പ് ചേർത്തായതുകൊണ്ട് ചിലപ്പോ ഇച്ചിരിയൊക്കെ വിട്ടു പോരും. പറയാൻ പറ്റൂല. ഇത് സെറ്റപ്പാ. ചിലപ്പോ ഇങ്ങനെ ഇച്ചിരി പൊടിക്ക് പോരും. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ ടേസ്റ്റ് ആണ്. ഇത് നമുക്കിങ്ങനെ പൊടിച്ചൊടിച്ചെടുക്കാം. ഇട്ടത് കൊണ്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ചക്ക പൾപ്പും ഒക്കെ കറക്റ്റ് അളവാണ്. ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഭയങ്കര മധുരിപ്പാവും. അപ്പൊ മധുരിപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് അത് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. പക്ഷെ നമ്മളിപ്പോ ഇട്ടിരിക്കുന്നത് കറക്റ്റ് അളവിലുള്ള നമ്മുടെ ചക്ക പൾപ്പാണ്. കറക്റ്റ് അളവ് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അരിപ്പുട്ടൊക്കെ കഴിച്ച് ബോറടിച്ച് കഴിയുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പരീക്ഷ കൂടി നടത്തി നോക്കാവുന്നതാണ്. കാരണം വളരെ വ്യത്യസ്തമായൊരു രുചിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരുപാട് മധുരിപ്പൊന്നും ഇല്ലേം താനും. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. കറക്റ്റ് മധുരേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്ക സീസൺ അല്ലാത്തപ്പോഴും നമ്മൾക്ക് ചക്കയുടെ പൾപ്പ് ഉപയോഗിച്ച് ഈ വിധത്തിലുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് 4 മണി ചായയ്ക്കും ഒക്കെ ഒപ്പം ഇതുപോലത്തെ പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചക്കയുടെ പൾപ്പ് എടുത്ത് കുറേ നാളത്തേക്ക് എങ്ങനെയാണ് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ച് വെക്കേണ്ടതെന്ന് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്ലീസ് ചെക്ക് ഇറ്റ്. ആ പൾപ്പ് ഉപയോഗിച്ച് ഇതുപോലെയുള്ള ധാരാളം ചക്ക വിഭവങ്ങൾ നമുക്ക് എപ്പോൾ വേണേലും ഉണ്ടാക്കാം. വാവ്! അങ്ങനെ നമ്മുടെ അമേസിങ് ചക്ക ചിരട്ടപ്പുട്ടും ചക്ക കൊണ്ടുള്ള സാധാരണ ഷേപ്പിലുള്ള പുട്ടും ഇവിടെ റെഡിയായി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഒറ്റയ്ക്കും കഴിക്കാം, അതായത് ചിരട്ടപ്പുട്ടായിട്ടും കഴിക്കാം, ചിരട്ടപ്പുട്ട് മാത്രമായിട്ടും കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കൂടെ എന്തെങ്കിലും സൈഡ് ഡിഷ് ചേർത്ത് നമുക്ക് കഴിക്കാം. ഇവിടെ സൈഡ് ഡിഷായിട്ട് മമ്മ ഒരുക്കിയിരിക്കുന്നത് മമ്മയുടെ കിഡിലൻ സൂപ്പർ ടേസ്റ്റി എന്താ പറയുക വിശേഷണങ്ങൾ അതെല്ലാം ചേർന്ന് അതിവിശേഷപ്പെട്ട ബീഫ് റോസ്റ്റാണ്. ബീഫ് റോസ്റ്റ് അത്രയും സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്ലീസ് ചെക്ക് ഇറ്റ്. ഈ ചക്കപ്പുട്ടിൻ്റെ ഒപ്പം ചിലർ പഞ്ചസാര തൂവിയും കഴിക്കാറുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ അത് മാത്രമായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് ഡിഷിനോടൊപ്പം കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.